നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്. ചേരിചേരാ പ്രസ്ഥാനം ഇന്ത്യൻ വിദേശ നയത്തിന്റെ മൗലിക തത്വങ്ങളിൽ ഒന്നാണ്. ചേരിചേരായ്മ അഥവാ നോൺ അലൈൻമെന്റ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യഥാക്രമം അമേരിക്കയുടെയും റഷ്യയുടെയും നേതൃത്വത്തിൽ ഉയർന്നുവന്ന ശാക്തിക ചേരികളിൽ ഒന്നിലും ഒരു സൈനിക സഖ്യങ്ങളിലും ചേരാതെ സ്വതന്ത്രമായി ഒരു രാജ്യമായി നിന്ന് ലോക സമാധാനത്തിന് വേണ്ടി ശ്രമിക്കാൻ നാം ആഗ്രഹിച്ചു. അന്തർദേശീയ കാര്യങ്ങളിൽ നിഷ്പക്ഷത ന്യൂട്രാലിറ്റി പാലിക്കലായിരുന്നില്ല ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. സ്വാതന്ത്ര്യവും നീതിയും നിഷേധിക്കപ്പെടുമ്പോൾ, അക്രമം പൊട്ടിപ്പുറപ്പെടുമ്പോൾ ഇന്ത്യക്ക് നിഷ്പക്ഷത പാലിക്കാൻ കഴിയുകയില്ലല്ലോ. അപ്പോഴെല്ലാം ഇന്ത്യ സ്വാതന്ത്ര്യത്തെയും നീതിയെയും സമാധാനത്തെയും അതിൻ്റെ ഭാഗത്തു നിന്ന് ചേർന്ന് നിന്ന് പൊരുതുകയാണ്. എന്നാൽ മറ്റൊരു രാജ്യത്തിൻ്റെയോ ചേരിയുടെയോ ഉപകരണമായിട്ടല്ലാതെ സ്വന്തമായ നയം, സ്വന്തമായ സ്വാതന്ത്ര്യവും ഉള്ള രാജ്യമായി നിൽക്കാൻ അന്താരാഷ്ട്ര പ്രശ്നങ്ങളുടെ ഗുണദോഷ വിചിന്തനം മാറി നിന്നുകൊണ്ട് നടത്താൻ ഒക്കെയാണ് നമ്മൾ ആഗ്രഹിച്ചത്. അതേസമയം എല്ലാ രാജ്യങ്ങളുമായും വളരെ അടുത്തും വളരെ നേരിട്ടും ഉള്ള ഒരു ബന്ധം സ്ഥാപിക്കുവാനായി അവരുമായി സഹകരിച്ച് ലോക സമാധാനത്തിനും സ്വാതന്ത്ര്യത്തിനും ഒക്കെ നാം ശ്രമിക്കുന്നുമുണ്ട്. ഏതാണ്ട് ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇന്ന് വൻ ശക്തികൾ നയിക്കുന്ന വിരുദ്ധ ചേരികളിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന ഒരു കാലമാണ്. അമേരിക്കൻ ചേരിയും റഷ്യൻ ചേരിയും ഒക്കെ രണ്ടാം ലോക മഹായുദ്ധാനന്തരം ഉണ്ടായിരുന്നു, പവർ ബ്ലോക്ക് രാഷ്ട്രീയം. എന്നാൽ ഇതിനിടയിൽ ഒരു സ്വതന്ത്ര വിദേശ നയം രൂപപ്പെടുത്തുക എന്നത് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. പുതുതായി സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യ മാത്രമല്ല, മറ്റു പല രാജ്യങ്ങളുമുണ്ട്. അത്തരം വികസന രാജ്യങ്ങളുമായി നിരവധി ബന്ധങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് ഈ കൂട്ടായ്മകൾക്ക് കൊണ്ട് സാധിച്ചു. നെഹ്റുവിന്റെ അഭിപ്രായത്തിൽ ചേരിചേരായ്മയ്ക്ക് വളരെ ക്രിയേറ്റീവായ, വളരെ ക്രിയാത്മകമായ ഒരുപാട് വശങ്ങളുണ്ടായിരുന്നു. അത് ലോക സ്വാതന്ത്ര്യത്തെ വിപുലപ്പെടുത്തുന്നു, കൊളോണിയൽ വ്യവസ്ഥയ്ക്ക് പകരം സ്വതന്ത്ര രാജ്യങ്ങളെ കുടിയിരുത്തുന്നു. അതാണ് ഈ ചേരിചേരായ്മ കൊണ്ട് ഉദ്ദേശിച്ചത്. ഈ ചേരിചേരായ്മയുടെ ഫൗണ്ടിങ് ഫാദേഴ്സിന്റെ ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നെഹ്റു, അതുപോലെ തന്നെ ക്വാമി നക്രൂമ, അതുപോലെ തന്നെ യുഗോസ്ലാവിയൻ പ്രസിഡന്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ഉണ്ട്, അതുപോലെ തന്നെ സുകാർണോ, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഈജിപ്തിന്റെ ഗമാൽ അബ്ദുൽ നാസറിനെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഘാനയുടെ ക്വാമി നക്രൂമയാണ് ഈ കാണുന്നത്. നെഹ്റുവിനെ കാണാം, ഘാനയുടെ ക്വാമി നക്രൂമയെ കാണാം നമുക്ക്. അതുപോലെ തന്നെ ജോസഫ് ടിറ്റോയാണ് യുഗോസ്ലാവിയയുടെ അന്നത്തെ പ്രസിഡന്റ്. ഈജിപ്തിന്റെ ഗമാൽ നാസറിനെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ജോസഫ് ടിറ്റോ ഈ അറ്റത്ത് കാണാൻ സാധിക്കും. ഓക്കെ, എന്തായാലും ഇവരൊക്കെ ഫൗണ്ടിങ് ഫാദേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ആദ്യത്തെ മീറ്റിങ്ങിലൊക്കെ എല്ലാ രാജ്യങ്ങളൊന്നും പങ്കെടുത്തിരുന്നില്ല. ഇന്നുള്ള അത്രയും വലിയ വിപുലമായ അംഗസംഖ്യ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ത്യയുടെയും നേപ്പാളിന്റെയും ശ്രീലങ്കയുടെയും ചിത്രം കാണാം, മ്യാൻമാറിനെ കാണാം, കംബോഡിയ കാണാം, ഇന്തോനേഷ്യ കാണാം, അതുപോലെ തന്നെ മൊറോക്കോ കാണാം, അൾജീരിയ കാണാം, ടുണീഷ്യ കാണാം, ഈജിപ്ത്, സുഡാൻ അതിന്റെ താഴെ, ദെൻ എത്യോപ്യ കാണാം, സൗദി അറേബ്യ കാണാം, ഓക്കെ, സിറിയ, ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ ഉണ്ട്. പാകിസ്ഥാൻ പിന്നീടാണ് ചേർന്നത്, 1973 മറ്റുമാണ് പാകിസ്ഥാൻ ചേർന്നത്. യുഗോസ്ലാവിയ, യൂറോപ്യൻ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ യുഗോസ്ലാവിയ നമുക്ക് കാണാം. ഇങ്ങനെ ക്യൂബ ഇവിടെ, ഇങ്ങനെയുള്ള കുറെ രാജ്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ദിരാഗാന്ധിയും ക്യൂബൻ പ്രസിഡന്റ് ആയിരുന്ന ഫിഡൽ കാസ്ട്രോയുടെ ചിത്രമാണ്. ദെൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2024-27 ഉഗാണ്ടയാണ് അതിന്റെ ആതിഥേയത്വം, അതിന്റെ ചെയർമാൻഷിപ്പിൽ ഇരിക്കുന്നത് ഉഗാണ്ടയാണ്. Non-alignment movement is a grouping of states that formed during the Cold War era, aiming to maintain their independence and sovereignty in a bipolar world dominated by the US and the Soviet Union, USSR. The movement's founding members included countries like Yugoslavia, Indonesia, Egypt, India and Ghana, among others. Founding principles എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന്റെ അടിസ്ഥാന തത്വങ്ങൾ. The NAM was formally established in 1961 at the Belgrade Conference. 1961 ബെൽഗ്രേഡ് കോൺഫറൻസിലാണ് ഔപചാരികമായി ഇത് സ്ഥാപിക്കപ്പെട്ടത്. With the primary objective of promoting economic and political cooperation among its member states. അതിന് അംഗരാഷ്ട്രങ്ങൾക്കിടയിൽ സാമ്പത്തികവും രാഷ്ട്രീയവുമായ സഹകരണം സ്ഥാപിക്കുക, പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു. The movement's core principles include non-alignment, avoiding involvement in the conflicts of major powers. വൻ ശക്തികൾ ഉണ്ടാക്കുന്ന വലിയ സംഘർഷങ്ങൾ ഇടപെടാതിരിക്കുക,
സോവർണിറ്റി, അതായത് പരമാധികാരം, റെസ്പെക്ടിങ് ദ ഇൻഡിപെൻഡൻസ് ആൻഡ് ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി ഓഫ് അതർ മെമ്പേഴ്സ്. എക്കണോമിക് കോപ്പറേഷൻ, സാമ്പത്തിക സഹകരണം. ഫോസ്റ്ററിംഗ് എക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് കോപ്പറേഷൻ അമംഗ് മെമ്പർ സ്റ്റേറ്റ്സ്. ഇമ്പോർട്ടൻസ് ഇൻ ദ പ്രസന്റ് വേൾഡ്, ഇന്നത്തെ ലോകത്ത് അതിന്റെ സ്ഥാനം എന്താണ്? ഇൻ ദ പോസ്റ്റ് കോൾഡ് വാർ ഇറ, കോൾഡ് വാറിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ദ നാം കണ്ടിന്യൂസ് ടു പ്ലേ എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ ഗ്ലോബൽ അഫയേഴ്സ്, ആഗോള കാര്യങ്ങളിൽ വലിയ പങ്ക് നാമിനുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് ഇൻ പ്രൊമോട്ടിംഗ് സൗത്ത് കോപ്പറേഷൻ, നാം ഫെസിലിറ്റേറ്റ്സ് എക്കണോമിക് ആൻഡ് ടെക്നിക്കൽ കോപ്പറേഷൻ അമംഗ് ഡെവലപ്പിംഗ് കൺട്രീസ്. അഡ്വക്കേറ്റിംഗ് ഫോർ റിഫോം, പരിഷ്കാരങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നു. മൂവ്മെന്റ് പുഷസ് ഫോർ റിഫോംസ് ഇൻ ഗ്ലോബൽ ഗവർണൻസ്, ആഗോള ഭരണത്തിൽ തന്നെയും പരിഷ്കാരങ്ങൾ വേണമെന്ന് വാദിക്കുന്നു. ഇൻക്ലൂഡിംഗ് ദ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ. അഡ്രസ്സിംഗ് ഗ്ലോബൽ ചാലഞ്ചസ്, ആഗോള വെല്ലുവിളികളെ ഇത് നേരിടുന്നു. ദ നാം അഡ്രസ്സസ് ഇഷ്യൂസ് ലൈക്ക് climate change, poverty and inequality which are critical to its member states. കാലാവസ്ഥാ മാറ്റം, അസമത്വം, അതുപോലെ തന്നെ അംഗരാജ്യങ്ങൾക്കിടയിൽ ഇതൊക്കെ ദാരിദ്ര്യം, ഇതൊക്കെ വലിയ പ്രസക്തമായ കാര്യങ്ങളാണ്. നാമിൽ ചേർന്നിരിക്കുന്ന രാജ്യങ്ങളൊന്നും സമ്പന്ന രാജ്യങ്ങളല്ല. ഇന്ത്യസ് റോൾ ഇൻ നാം, ഇന്ത്യ ഹാസ് ബീൻ എ കീ പ്ലെയർ ഇൻ ദ നാം സിൻസ് ഇറ്റ്സ് ഇൻസെപ്ഷൻ. നാമില് ഒരു മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട് ഇന്ത്യ. India's commitment to non-alignment and its role as a leader among the developing countries have made it a significant contributor to the movement. India's involvement in NAM has helped the country. നാമില് ചേരിചേര രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയുടെ റോള് വളരെ മുഖ്യമായതാണ്. പെർസ്യൂ ഇൻഡിപെൻഡന്റ് ഫോറിൻ പോളിസി, സ്വതന്ത്രമായ ഒരു വിദേശ നയം പിന്തുടരുക എന്നുള്ളത്. ഇന്ത്യസ് നോൺ അലൈൻഡ് സ്റ്റാൻസ് ഹാസ് അലൗഡ് ഇറ്റ് ടു മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻഷിപ്പ് with multiple countries. Promote South cooperation. India has actively participated in NAM initiates fostering economic and technical cooperation with other developing countries. Address global challenges. ആഗോള വെല്ലുവിളികളെ നേരിടുക. India has worked with the NAM partners to address issues like climate change, poverty and terrorism. Peace efforts പലതും നടത്തിയിട്ടുണ്ട്. സമാധാന ശ്രമങ്ങൾ, conflict resolution, തർക്കം പരിഹരിക്കുന്നതിന്. The NAM has played a role in involving conflicts in regions like Southeast Asia and Africa. Southeast Asiaയും ആഫ്രിക്കയും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് നാം വലിയ നിർണായക പങ്ക് വഹിച്ചു. Disarmament, നിരായുധീകരണം. The movement has advocated for disarmament and non-proliferation. നിരായുധീകരണത്തിനും ആയുധ വ്യാപനത്തിനും എതിരെ പൊരുത്തിയിട്ടുണ്ട്. particularly in the context of nuclear weapons, പ്രത്യേകിച്ചും ആണവായുധങ്ങളുടെ കാര്യത്തിൽ. Humanitarian assistance. NAM members states have provided humanitarian assistance to countries affected by natural disasters and conflicts. അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങളും സംഘർഷങ്ങളും നേരിടുന്ന രാജ്യങ്ങൾക്ക് സഹായം നൽകിയിട്ടുണ്ട്. ഇനി ചാലഞ്ചസ് ആൻഡ് ഫെയിലിയേഴ്സ്, നാമിന്റെ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? എന്തൊക്കെ പരാജയങ്ങളുണ്ട്? ഒന്ന്, ഡിവിഷൻസ് അമംഗ് മെമ്പർ സ്റ്റേറ്റ്സ്, അംഗരാഷ്ട്രങ്ങൾക്കിടയിലുള്ള വിഭജനങ്ങളാണ്. ഡിഫറൻസ് ഇൻ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ്, രാഷ്ട്രീയ താല്പര്യങ്ങളിൽ വ്യത്യസ്തത പുലർത്തുന്ന ഇന്ത്യയും പാകിസ്ഥാനും പോലുള്ള രാജ്യങ്ങളും നാമിന്റെ അംഗരാജ്യങ്ങൾ തന്നെയാണ്. ഇതൊക്കെ തടസ്സങ്ങളാണ് അതിന്റെ സുഗമമായ പ്രവർത്തനത്തിന്. ലിമിറ്റഡ് ഇൻഫ്ലുവൻസ്, നാംസ് എബിലിറ്റി ടു ഷേപ്പ് ഗ്ലോബൽ ഡിസിഷൻസ്, ആഗോള തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ നാമിന് വലിയ സ്വാധീനമൊന്നും ചെലുത്താൻ കഴിയുന്നില്ല. ഹാസ് ബീൻ ലിമിറ്റഡ് കമ്പയർഡ് ടു മോർ പവർഫുൾ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. വലിയ ശക്തിയുള്ള അന്താരാഷ്ട്ര സംഘടനകളോട് താരതമ്യം ചെയ്യുമ്പോൾ നാമിന് അന്താരാഷ്ട്ര നിയമം രൂപപ്പെടുന്നതിൽ വലിയ പങ്കൊന്നുമില്ല. അഡാപ്റ്റേഷൻ ടു ചേഞ്ചിങ് ഗ്ലോബൽ ലാൻഡ്സ്കേപ്പ്, മാറുന്ന ആഗോള ഭൂമിശാസ്ത്രത്തില് അതിനോട് പൊരുത്തപ്പെടുക എന്നുള്ളത്. ദ മൂവ്മെന്റ് നീഡ്സ് ടു അഡാപ്റ്റ് ടു ദ ഇവോൾവിംഗ് ഗ്ലോബൽ ഓർഡർ. പുതിയൊരു ലോകക്രമം രൂപപ്പെട്ടു വരുമ്പോൾ അതിനോട് ഇണങ്ങിച്ചേരുക എന്നുള്ള ഒരു നയമാണ് നാമിന് സ്വീകരിക്കാൻ കഴിയുക. ഇൻക്ലൂഡിംഗ് ദ റൈസ് ഓഫ് ന്യൂ പവേഴ്സ്, പുതിയ ശക്തികൾ ഉയർന്നു വരുന്നു, ചൈന പോലുള്ളവ. ആൻഡ് ചേഞ്ചിങ് ഗ്ലോബൽ പ്രയോറിറ്റീസ്, അതുപോലെ തന്നെ ആഗോള പ്രാമുഖ്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. ഇൻ കൺക്ലൂഷൻ, ചുരുക്കി പറഞ്ഞാൽ, നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് റിമെയിൻസ് എ വൈറ്റൽ ഗ്രൂപ്പിംഗ് ഓഫ് നാഷൻസ് ദാറ്റ് പ്രൊമോട്ട്സ് കോഓപ്പറേഷൻ, സോവറിനിറ്റി ആൻഡ് പീസ്. സമാധാനം, അതുപോലെ തന്നെ പരമാധികാരവും അതുപോലെ തന്നെ സഹകരണവും പ്രോത്സാഹിപ്പിക്കുന്നു എന്നർത്ഥം. ഇന്ത്യസ് കണ്ടിന്യൂഡ് ഇൻവോൾവ്മെന്റ് ഇൻ നാം റിഫ്ലക്സ്, നിരന്തരമായി ഇന്ത്യയുടെ ഇടപെടൽ പ്രതിഫലിപ്പിക്കുന്നത് എന്താണ്? ഇറ്റ്സ് എ കമ്മിറ്റ്മെന്റ് ടു ദീസ് പ്രിൻസിപ്പിൾസ്, ഈ തത്വങ്ങളോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയാണ്. ആൻഡ് ഇറ്റ്സ് റോൾ ആസ് എ ലീഡർ അമംഗ് ദ ഡെവലപ്പിംഗ് കൺട്രീസ്, വികസ്വര രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ ലീഡറായി നിൽക്കാനുള്ള റോളും. ആസ് ദ ഗ്ലോബൽ ലാൻഡ്സ്കേപ്പ് ഇവോൾവ്സ്, ആഗോള പ്ലാറ്റ്ഫോം ഉയരുമ്പോൾ നാം മസ്റ്റ് കണ്ടിന്യൂ ടു അഡാപ്റ്റ് ആൻഡ് അഡ്രസ് ന്യൂ ചാലഞ്ചസ്, പുതിയ വെല്ലുവിളികളെ നേരിടാനും അതിനോട് പൊരുത്തപ്പെടാനും നാമിന് കഴിയണം. ടു മെയിൻറ്റെയിൻ ഇറ്റ്സ് റെലവൻസ് ആൻഡ് ഇഫക്റ്റീവ്നെസ്, അതിന്റെ പ്രസക്തിയും അതിന്റെ ഫലപ്രാപ്തിയും നിലനിർത്തുവാനായിട്ട് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്.
ഇനി ഇന്ത്യയുടെ വിദേശ നയം, പ്രത്യേകിച്ച് അതിന്റെ ചേരിചേരായ്മ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും യൂറോപ്പിലെയും വികസന രാജ്യങ്ങളെ, പ്രത്യേകിച്ച് പുതുതായി സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളെ അങ്ങേയറ്റം സ്വാധീനിച്ചു. വ്യത്യസ്ത രാഷ്ട്രീയ ഭരണക്രമങ്ങളുള്ളവയാണെങ്കിലും ഈ രാജ്യങ്ങൾ ചേരിചേരായ്മ, നോൺ അലൈൻമെന്റ് എന്ന തങ്ങളുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാന തത്വമായി അവരെല്ലാവരും അംഗീകരിച്ചു. They accepted this non-alignment as the basic principle of their foreign policy. ഇത് അന്താരാഷ്ട്ര രംഗത്ത് ഒരു ചേരിചേരായ പ്രസ്ഥാനത്തിന്റെ ഉദയത്തിന് വേദിയൊരുക്കി എന്നുള്ളതാണ്. ഇന്ത്യ, ഏഷ്യൻ രാജ്യങ്ങളായ ഫിലിപ്പൈൻസ്, പാകിസ്ഥാൻ, ഇറാൻ, ഇറാഖ്, തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ ചേരിചേരായ്മയോട് ആദ്യമൊക്കെ യോജിക്കുന്നവയായിരുന്നില്ല. അവ സീറ്റോ, മെഡോ, സെന്റോ തുടങ്ങിയ സാമ്രാജ്യത്വ ശക്തികളുടെ സൈനിക സഖ്യങ്ങളുടെ കൂട്ടാളികളായിരുന്നു. എന്നാൽ ഇന്ത്യ, ഇന്തോനേഷ്യ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങൾ ചേരിചേരായ്മയുടെ പാതയിൽ ഉറച്ചു തന്നെ നിന്നു. ചേരിചേരാ രാജ്യങ്ങളുടെ അണി ക്രമമായി വളർന്നു വരാൻ തുടങ്ങി. ചേരിചേരായ്മ എന്ന ആശയത്തിന്റെ തുടക്കത്തിൽ തന്നെ താല്പര്യം കാണിച്ച യൂറോപ്യൻ രാജ്യം യുഗോസ്ലാവിയ എടുത്തു പറയേണ്ടതാണ്. ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും ചേരിചേരാ രാജ്യങ്ങളോട് അവരൊക്കെ അടുത്തു. സാർവദേശിക രംഗത്തെ മറ്റൊരു രാഷ്ട്രീയ പ്രവണത എന്ന നിലയ്ക്ക് ചേരിചേരായ്മയെ വികസിപ്പിക്കാനുള്ള മാർഗങ്ങൾ ഈ രാജ്യങ്ങളെല്ലാം കൂട്ടായി ആലോചിച്ചു തുടങ്ങി. ഇതിന്റെ ഫലസമാപ്തിയായിരുന്നു 1961 സെപ്റ്റംബറിൽ യുഗോസ്ലോവിയയിലെ ബെൽഗ്രേഡിൽ നടന്ന ചേരിചേരാ രാജ്യങ്ങളുടെ ആദ്യത്തെ സർവ്വദേശീയ സമ്മേളനം. ഓർക്കുക, എവിടെ വെച്ചാണ് ആദ്യത്തെ നോൺ അലൈൻമെന്റ് മൂവ്മെന്റിന്റെ മീറ്റിംഗ് നടന്നത്? ബെൽഗ്രേഡ്, യുഗോസ്ലാവിയയിലെ ബെൽഗ്രേഡിലാണ്. ഒരു ചേരിചേരാ പ്രസ്ഥാനത്തിന് ജന്മം നൽകിയ ഈ സമ്മേളനം വിളിച്ചുകൂട്ടുന്നത് മുൻകൈയെടുത്തവർ ആരൊക്കെയാണെന്ന് അറിയാമോ? പ്രധാനമന്ത്രി നെഹ്റു, അതുപോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു, അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള അബ്ദുൽ നാസർ, അതുപോലെ തന്നെ നമ്മുടെ യുഗോസ്ലാവിയൻ പ്രസിഡന്റ് ടിറ്റോ, അതുപോലെ തന്നെ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് സുകാർണോ എന്നിവരായിരുന്നു. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ഒന്നാം സമ്മേളനത്തിൽ ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, ലാറ്റിൻ അമേരിക്ക എന്നീ മേഖലകളിൽ നിന്നായി 25 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. സമാധാനപരമായ സഹവർത്തിത്വത്തിന്റെ പ്രമാണങ്ങളാണ് ശീതയുദ്ധത്തിനും കോൾഡ് വാറിനും സംഭവിക്കാനിടയുള്ള ഏത് പൊതു ന്യൂക്ലിയർ അത്യാഹിതത്തിനും ഏക പ്രതിവിധി എന്ന് ബെൽഗ്രേഡ് സമ്മേളനം പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ കോൾഡ് വാർ ഇന്നില്ല, അവസാനിച്ചു. അതുപോലെ തന്നെ ആണവ യുദ്ധങ്ങൾ ഒഴിവായി. കൊളോണിയലിസവും സാമ്രാജ്യത്വവും പുത്തൻ കൊളോണിയലിസവും നിശേഷം ഇല്ലാതാക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ. ശാശ്വത സമാധാനം അപ്പോൾ മാത്രമേ കൈവരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇത് ചേരിചേരാ രാജ്യത്തിന്റെ സാമ്രാജ്യത്വ വിരുദ്ധവും കൊളോണിയലിസ്റ്റ് വിരുദ്ധവുമായ സ്വഭാവത്തെയാണ് പറയുക. ചേരിചേരാ രാജ്യങ്ങളുടെ ഐക്യവും അവയുടെ സംയുക്ത നടപടികളും പല അന്തർദേശീയ പ്രശ്നങ്ങളുടെയും വിജയകരമായ പരിഹാരത്തിലേക്ക് നയിച്ചു. കൂടുതൽ രാജ്യങ്ങളിൽ കൊളോണിയൽ ഭരണങ്ങൾ ഇല്ലാതായി. പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങളായിരുന്ന ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങളെ നാം മോചിപ്പിച്ചെടുത്തു. അൾജീരിയൻ ജനത ഫ്രഞ്ച് കൊളോണിയലിസത്തിനെതിരെ യുദ്ധത്തിൽ വിജയിച്ചു. ക്യൂബൻ വിപ്ലവം അമേരിക്കൻ സാമ്രാജ്യത്തെ ചെറുത്തുനിന്നു. അനേകം നവസ്വതന്ത്ര രാജ്യങ്ങളിൽ അവിടങ്ങളിലുള്ള സാമ്രാജ്യത്വ കോയ്മകളുടെ പട്ടാളത്താവളങ്ങളെല്ലാം പൊളിച്ചു നീക്കി നിർണായകമായ അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ശാക്തിക ബലാബലത്തെയും ചേരിചേരാ ബന്ധങ്ങളെയും സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു സ്വതന്ത്ര രാഷ്ട്രീയ ഗ്രൂപ്പായിട്ട് ചേരിചേരാ രാജ്യങ്ങൾ മാറി എന്നുള്ളതാണ്. അങ്ങനെ ചേരിചേരാ രാജ്യങ്ങളുടെ രണ്ടാം സമ്മേളനം പിന്നീട് 1966 ഒക്ടോബറിൽ കെയ്റോവിലാണ് നടന്നത്, ഈജിപ്തിലെ കെയ്റോയിൽ. എന്നാൽ പ്രസ്ഥാനത്തിന് അപ്പോഴേക്കും ഒരു സ്ഥിരം സമിതി ഉണ്ടായിരുന്നില്ല. അതിനിടയിൽ കുറെ കൂടി രാജ്യങ്ങൾ കൊളോണിയൽ ബന്ധത്തിൽ നിന്ന് മോചനം നേടി ചേരിചേരാ നയം അവലംബിച്ചു. ആഫ്രിക്ക മിക്കവാറും പൂർണ്ണമായി തന്നെ ഒരു ചേരിചേരാ ഭൂഖണ്ഡമായി മാറി. ചേരിചേരാ രാജ്യങ്ങളുടെ നയത്തെ ഏകോപിപ്പിക്കാൻ ഒരു സ്ഥിരം സമിതി വേണമെന്ന ആശയം ഉണ്ടായി. 1970 സെപ്റ്റംബറിൽ സാംബിയൻ തലസ്ഥാനമായ ലുസാക്കയിൽ നടന്ന മൂന്നാം ഉച്ചകോടി സമ്മേളനത്തിലാണ് ചേരിചേരാ പ്രസ്ഥാനത്തെ കെട്ടുറപ്പുള്ള ഒരു സംഘടനാ രൂപവും നയവും എല്ലാം ഉണ്ടായത്. ഇതോടെ ഉച്ചകോടി സമ്മേളനങ്ങളുടെ ചെയർമാൻ ചേരിചേരാ പ്രസ്ഥാനങ്ങളുടെ സ്ഥിരം സംയോജകർ എന്ന നിലയ്ക്കുള്ള ചുമതല നിർവഹിച്ചു. സമ്മേളനം 3 വർഷത്തിലൊരിക്കൽ ചേരുന്നു. ഉച്ചകോടിക്കിടയിൽ ചേരിചേരാ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരുടെ ആനുകാലികമായ യോഗങ്ങൾ നടന്നു എന്നതാണ് അതിന്റെ മറ്റൊരു പ്രത്യേകത. ഇന്ത്യയും ഐക്യരാഷ്ട്രസഭയും ആണ് പിന്നീട് മറ്റൊരു ടോപ്പിക്.